ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSS സംഘടനയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ ഒരു നിർണായക നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയുടെ വിദേശനയത്തിൽ സംഭവിച്ചിരിക്കുന്ന സൂക്ഷ്മമായ മാറ്റത്തെയാണിത് വെളിപ്പെടുത്തുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്താരാഷ്ട്ര വിഭാഗം വൈസ് മിനിസ്റ്റർ സംഗ് ഹയാന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJPയുടെ സൈദ്ധാന്തിക മാതൃസംഘടനയായ RSS നേതൃത്വത്തെ നേരിട്ടു കാണുന്നത് കേവലമൊരു നയതന്ത്ര മര്യാദ മാത്രമല്ല, മറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥതല നിയന്ത്രണങ്ങളെ മറികടക്കാൻ ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണിത്. 220-ലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പ്രധാന പാർട്ടിതല സമ്പർക്കമാണിത്. പരിഹരിക്കപ്പെടാത്ത അതിർത്തി പ്രശ്നങ്ങൾക്കിടയിലും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആവശ്യങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയുന്ന ഒരു സംഘർഷഭരിതമായ സമാധാനം സൃഷ്ടിക്കാൻ ബെയ്ജിങ്ങും ന്യൂഡൽഹിയും ഒരുപോലെ ശ്രമിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. നാഗ്പൂരുമായി നേരിട്ടു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഇന്നത്തെ ഇന്ത്യയുടെ യഥാർത്ഥ അധികാര കേന്ദ്രം വിദേശകാര്യ മന്ത്രാലയത്തിൽ മാത്രമല്ല, RSS എന്ന സംഘടനയുടെ സൈദ്ധാന്തിക ചട്ടക്കൂടിനുള്ളിലുമുണ്ടെന്ന് ചൈന തിരിച്ചറിയുന്നു. ഈ ചർച്ചയുടെ ഭൗമരാഷ്ട്രീയ സമയം ആഗോള വ്യാപാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമായും പ്രത്യേകിച്ച് അമേരിക്കയുടെ സംരക്ഷണവാദ നയത്തിന്റെ പുനരുജ്ജീവനവുമായും അടുത്തു ബന്ധപ്പെട്ടിരിക്കുന്നു. 2026-ന്റെ തുടക്കത്തിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യൻ കയറ്റുമതിയിൽ കടുത്ത നികുതികൾ ചുമത്തിയതോടെ അമേരിക്കയോടുള്ള ന്യൂഡൽഹിയുടെ ആശ്രയത്വം ഒരു കടുത്ത യാഥാർത്ഥ്യ പരിശോധനയെ നേരിട്ടു. ഈ കൂടിക്കാഴ്ച റിയൽ പൊളിറ്റിക്, യഥാർത്ഥ രാഷ്ട്രീയം, തന്ത്രപരമായ സുരക്ഷ എന്നിവയുടെ ഉത്തമ ഉദാഹരണമാണ്. തന്റെ പ്രധാന ഏഷ്യൻ എതിരാളിയുമായി ഇടപഴകുന്നതിലൂടെ BJP നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരം വെറുമൊരു മുദ്രാവാക്യമല്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. RSSഉം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഈ സംഭാഷണം ഒരു ഉത്തോലകം പോലെ പ്രവർത്തിക്കുന്നു. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയെ ഒരു സാധാരണ പങ്കാളിയായി മാത്രം കാണാൻ കഴിയില്ലെന്നും വിദേശബന്ധങ്ങളിൽ തങ്ങൾക്ക് മറ്റു വഴികളുണ്ടെന്നും ഇത് അമേരിക്കയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. പാശ്ചാത്യ സമ്മർദ്ദമേറുമ്പോൾ രണ്ട് നാഗരിക ശക്തികൾക്കും തങ്ങളുടെ മത്സരത്തിനിടയിലും പൊതുവായ ഒരു ബിന്ദു കണ്ടെത്താൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് ഏഷ്യൻ നൂറ്റാണ്ട് എന്ന ആശയത്തിന് ഇത് വീണ്ടും ജീവൻ നൽകുന്നു. ആഭ്യന്തരമായി ഈ സംഭവം സൈദ്ധാന്തിക ശുദ്ധിയും സാമ്പത്തിക പ്രായോഗികതയും തമ്മിലുള്ള ആഴത്തിലുള്ള വൈരുദ്ധ്യത്തെ എടുത്തുകാണിക്കുന്നു. വർഷങ്ങളായി RSS സ്വദേശി സാമ്പത്തിക നയത്തെ പിന്തുണയ്ക്കുകയും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും 2026-ലെ സാമ്പത്തിക ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് നൂതന ഉൽപ്പാദന സാങ്കേതികവിദ്യ, ബാറ്ററികൾ, ഹരിത ഊർജ അസംസ്കൃത വസ്തുക്കൾ എന്നിവയ്ക്കുള്ള ആവശ്യം ഈ നിലപാട് പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ വ്യാവസായിക ലക്ഷ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ചൈനീസ് നിക്ഷേപത്തിനും വിതരണ ശൃംഖലകൾക്കും വേണ്ടി സൈദ്ധാന്തിക നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ BJP ഭരണവർഗം തയ്യാറാണെന്ന് ഈ സംഭാഷണം സൂചിപ്പിക്കുന്നു. ഔദ്യോഗിക നയതന്ത്രജ്ഞർക്ക് പൊതുവേദികളിലെ നിയന്ത്രണങ്ങളും പ്രോട്ടോക്കോളുകളും കാരണം ചർച്ച ചെയ്യാൻ കഴിയാത്ത നിക്ഷേപ ചട്ടങ്ങളിലെ സൂക്ഷ്മമായ വിട്ടുവീഴ്ചകൾ പരിശോധിക്കാൻ ഈ പാർട്ടി ടു പാർട്ടി രീതി അനുവദിക്കുന്നു. അവസാനമായി ചൈന-ഇന്ത്യ മത്സരം നിയന്ത്രിതമായ മത്സരം, മാനേജ്ഡ് കോമ്പറ്റീഷൻ എന്ന പക്വമായ ഘട്ടത്തിലെത്തിയെന്ന് ഈ നീക്കം സൂചിപ്പിക്കുന്നു. അതിർത്തി പ്രശ്നം എത്ര കലുഷിതമാണെങ്കിലും ആഗോള സാമ്പത്തിക ആഘാതങ്ങൾ ഇരു രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുമ്പോൾ അത് മൊത്തത്തിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ സ്ഥിരമായി മരവിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് ഇരുപക്ഷവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. RSSനെ പങ്കാളിയാക്കുന്നതിലൂടെ ചൈന തങ്ങൾക്കെതിരായ ദേശീയതയെ അതിന്റെ ഉറവിടത്തിൽ തന്നെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം BJP നേതൃത്വത്തിലുള്ള ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് അതിർത്തികളിൽ സ്ഥിരത ആഗ്രഹിക്കുന്നു. ആഴത്തിലുള്ള തന്ത്രപരമായ വിശ്വാസം ഇപ്പോഴും അകലെയാണെങ്കിലും വൻശക്തി രാഷ്ട്രീയത്തിൽ സൈദ്ധാന്തിക ഭിന്നതകളേക്കാൾ വലുത് ദേശീയ താൽപ്പര്യമാണെന്ന് ഈ കൂടിക്കാഴ്ച ഉറപ്പിച്ചു പറയുന്നു. ഏഷ്യയിലെ രണ്ട് വമ്പന്മാർക്കിടയിൽ കച്ചവടപരമായ എന്നാൽ അത്യന്താപേക്ഷിതമായ ഒരു പ്രായോഗിക ബന്ധത്തിന് ഇത് വഴിയൊരുക്കുന്നു.